ഓണസദ്യയിലെ ഇന്നത്തെ നമ്മുടെ വിഭവം പൈനാപ്പിൾ പച്ചടിയാണ്. നല്ല എരിവും മധുരവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യുന്ന പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു പച്ചടിയായത്. എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. പച്ചടിക്ക് വേണ്ടി പൈനാപ്പിൾ എടുക്കുമ്പോഴത്തേക്ക് നല്ല വിളഞ്ഞതും പഴുത്തതും മധുരമുള്ള പൈനാപ്പിൾ നോക്കി എടുക്കണം കേട്ടോ. ഞാൻ ഒരെണ്ണം ഇവിടെ നല്ല കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ വലിപ്പം മതിയേ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന 3 പച്ചമുളക്, എരിയുള്ള പച്ചമുളക് നോക്കി വേണം എടുക്കാനേ. ഇത് വട്ടത്തി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ചേർക്കാനുള്ള ചേരുവകളായി ഇടുന്നത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം വട്ടത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തേച്ചാൽ മതിയേ. ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളും ഈ മുളകിൻ്റെ ഒക്കെ കൂട്ടില്ലേ, അതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. അതും കൊടുത്ത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. ഉപ്പും മധുരവും ബാലൻസ് ചെയ്യണം. പഞ്ചസാര ഈ സമയത്ത് വേണേൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരണം. വെന്തതിന് ശേഷം വേണം ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാനേ. ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരക്കുറവ് പൈനാപ്പിളിനുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാവേ. പൈനാപ്പിൾ നല്ല വെന്ത ഉടഞ്ഞു കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പച്ചടിക്കല്ലേ കടിക്കുവേ. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് നേരം നല്ലോണം വേവിച്ചെടുക്കണം. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വയ്ക്കാം. ഒന്നുകൂടി ഇളക്കി കൊടുക്കണേ. സദ്യയിലെ ഏറ്റവും ടേസ്റ്റുള്ള ഒരു വിഭവമാണ് പൈനാപ്പിൾ പച്ചടി. ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരൊക്കെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതവിടെ വെന്ത് വരട്ടെ. ആ സമയത്ത് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരപ്പിന് വേണ്ടിയിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണേ. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. എന്നതാണെന്നറിയാവോ? 1/2 ടീസ്പൂൺ കടുകാണ്. ഈ കടുക് അരപ്പിൻ്റെ കൂടെ അരച്ചെടുത്താലേ പച്ചടിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളേ. 5-6 ചുള ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് തൈര് വേണം. ഒരു പൈനാപ്പിളിന് കണക്ക് കൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതും ഈ അരപ്പിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന പൈനാപ്പിളൊക്കെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് തുറന്ന് നോക്കാവേ. പൈനാപ്പിളിൻ്റെ കൂടെ മുന്തിരിയും ചേർത്ത് പച്ചടി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ പാകത്തിനാകുമ്പോൾ ഒരു കയ്യിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഒടിച്ചു കൊടുക്കണം. ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അരപ്പില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ചട്ടിക്ക് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് തീ ഒട്ടും വേണ്ട കേട്ടോ. ചെറിയ തീയിലിട്ട് കൊടുത്തേച്ചാൽ മതി, അല്ലെങ്കിൽ പിരിഞ്ഞു പോവേ. ഇത് നല്ല കട്ടിയായിട്ടിരിക്കണം. നമ്മൾ സദ്യക്ക് വേണ്ടിയല്ലേ കൂടുതൽ ഇത് ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് പോരാമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഇത് ഇളക്കി കൊടുത്തേച്ചാൽ മതി. ഈ ചെറുതായിട്ട് ഇളക്കി കൊടുത്തില്ലേ ഇത് പിരിയും കേട്ടോ. നമ്മൾ തീ പൂർണ്ണമായിട്ട് ഓഫാക്കിയിട്ടില്ലല്ലോ, ചെറിയ തീയിലിട്ടല്ലേ വേവിച്ചെടുക്കുന്നത്. കുറുകി ആ അരപ്പിൻ്റെ എല്ലാ ചേരുവകളും പൈനാപ്പിളിലൊന്ന് പിടിച്ചു വരണം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് കേട്ടോ പൈനാപ്പിൾ പച്ചടി. എല്ലാവരും ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പം ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ താളിപ്പാണ്. ആ താളിപ്പിലാണ് ഈ പച്ചടിയുടെ ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ട് കുറേ ചേരുവകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ ഇങ്ങനെയുള്ള കറികൾ ഉണ്ടാക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് കിട്ടത്തുള്ളേ. പിന്നെ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 5-6 കാശ്മീരി ചില്ലിയായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉലുവയും ചേർത്തതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി കൊടുക്കണേ. ചെറിയ ഉള്ളി ഒരു 3-4 എണ്ണം വട്ടത്തി അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഈ താളിപ്പാണ് ഈ കറിക്ക് നല്ല രുചി കൊടുക്കുന്നത്.
ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെ കൂട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ കഴിക്കാൻ നേരം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതെല്ലാം പിടിച്ച് അരപ്പിൻ്റെയും ആ ഉലുവയുടെയൊക്കെ ടേസ്റ്റ് പിടിച്ച് നല്ല സെറ്റായി കിട്ടത്തുള്ളേ. അപ്പോഴത്തേക്ക് നല്ല കുറുകിയും വരും. അതിന് വേണ്ടിയിട്ട് പച്ചടിയൊക്കെ തലേദിവസം ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. സദ്യക്ക് ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ചാൽ ഉണ്ടല്ലോ പിറ്റേ ദിവസം ആകുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഞാൻ വേറൊരു വേറൊരു റെസിപ്പിയുമായിട്ട് വരാവേ. ഓണത്തിൻ്റെ തന്നെ റെസിപ്പിയുമായിട്ടാണ് വരുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഒന്നുകൂടി പറയാം, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.